നൂറ്റാണ്ടുകളുടെ മഹിത പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനം. അതിൻ്റെ ചരിത്രത്തിൽ ഒരിടത്തും ഈ കൂടോത്രത്തെപ്പറ്റി നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ പാർട്ടിയുടെ കേരള ഘടകം കൂടോത്ര ബാധയിൽ നട്ടം തിരിയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയെങ്കിലും ഇനി 2 തെരഞ്ഞെടുപ്പുകൾ കൂടി വരാനിരിക്കുകയാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക്, പിന്നെ നിയമസഭയിലേക്ക്. ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായിട്ട് കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി കുറേ കൂടെ ഊർജ്ജസ്വലനായ ഒരാളെ കൊണ്ടുവരണം എന്നൊരു ചർച്ച അല്ലെങ്കിൽ ചിന്ത ഇന്ന് പാർട്ടിക്കുള്ളിലുണ്ട്. അത് സുധാകരനോടുള്ള ഇഷ്ടക്കേടോ ഒന്നും കൊണ്ടല്ല. അദ്ദേഹം പ്രായമായി, അദ്ദേഹത്തിന് പാർട്ടിയെ ഒരു തെരഞ്ഞെടുപ്പിൽ നയിക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം കണ്ണൂരിൽ മത്സരിച്ചു. അപ്പോൾ KPCC പ്രസിഡന്റിൻ്റെ ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പാർട്ടിയെ നയിക്കാൻ പറ്റുമോ? ഇപ്പോൾ അമേരിക്കയിൽ ജോ ബൈഡനെ കുറിച്ചൊക്കെ അവരുടെ പാർട്ടിക്കാരെ ചിന്തിക്കുന്നതിൻ്റെ ഒരു ചെറിയ മിനി പതിപ്പെന്ന് കരുതിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ആലോചനയുണ്ട്. ഇവിടുത്തെ ചില പ്രധാന നേതാക്കളത് ഹൈക്കമാൻഡിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈക്കമാൻഡ് അത് പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. UDFന് കോൺഗ്രസിൻ്റെ ഒരു നല്ല സാധ്യതയാണ് ഇപ്പോഴും ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരുടെ കൂടെ നിന്നു. അവരുടെ മുമ്പിൽ സ്വയം അപഹാസ്യമാവുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറുകയാണെന്നാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ വമ്പൻ വിജയം അത് കേരളത്തിലെ ജനങ്ങൾ നിരാശരും അസ്വസ്ഥരുമായി മാറിയ കേരളത്തിലെ ജനങ്ങൾ തന്ന ഒരു ഭിക്ഷയാണ്. അല്ലാതെ നിങ്ങളുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നണിയുടെ എന്തെങ്കിലും മികവ് കൊണ്ടുണ്ടായതല്ലെന്ന് നിങ്ങളാദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒപ്പം നിന്ന ജനങ്ങളുടെ മുമ്പിലാണ് നിങ്ങളിപ്പോൾ അപഹാസ്യരായിക്കൊണ്ടിരിക്കുന്നത്. CPM ആവട്ടെ എങ്ങനെയെങ്കിലും തിരുത്തി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമത്തിലാണ്. അവരതിനുള്ള മേഖലാ യോഗങ്ങൾ നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. സംസ്ഥാന സമിതി ചേർന്നിട്ട് എന്തൊക്കെ തിരുത്തൽ നടപടികൾ വേണം എന്ന് ആലോചിക്കാൻ പോകുന്നു. അക്കാര്യത്തിൽ പിണറായി വിജയൻ മാത്രമേ ഒരു തടസ്സം നിൽക്കുന്നുള്ളൂ തിരുത്തലിന്. അങ്ങനെ CPM മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി കയ്യിൽ വന്നു ചേർന്ന അസുലഭം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ സുവർണാവസരം എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെയെങ്കിലും തകർക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. നിയമസഭയിലാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ കടന്നാക്രമണത്തിൽ ഭരണപക്ഷം വിയർത്തൊലിക്കുകയാണ്. പല ചോദ്യങ്ങൾക്കും അവർക്ക് മറുപടിയില്ല. അപ്പോഴാണ് അവരുടെ മുമ്പിലേക്ക് ഒരു സ്വർണ്ണ താലത്തിലെന്നോണം ഈ കൂടോത്രത്തെ എടുത്ത് വെച്ചു കൊടുക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. കോൺഗ്രസ്സേ, നിങ്ങൾ ഏതു കാലത്താണ്, ഏത് ലോകത്താണ് ജീവിക്കുന്നത്?